ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യലേ നല്ല ചിക്കൻ ഫ്രൈഡ് റോസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ചിക്കൻ വറക്കാനായിട്ട് മുളകൊക്കെ പുരട്ടി വെച്ചിരുന്നേ. അപ്പൊ അതങ്ങോട്ട് വറുത്ത് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് കുറച്ച് ഗ്രേവിയോട് കൂടി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലാണ് ചോറൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ആ ചിക്കൻ ജസ്റ്റ് ഞാൻ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടെ അപ്പൊ ആ ചിക്കൻ നല്ലവണ്ണം അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങോട്ട് എടുത്തു. അപ്പൊ എന്നിട്ട് ഇതിലേക്ക് ഞാനുള്ള ഗ്രേവി ഒന്ന് തയ്യാറാക്കി. അപ്പൊ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അങ്ങോട്ട് എടുത്തു. അതും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടെ അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തു. ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണ അതേ ചട്ടി തന്നെയാണ് ഞാൻ ഇത് ചെയ്യാനൊന്ന് യൂസ് ചെയ്തത്. ഇപ്പൊ ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് റെഡി ആയപ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയൊരു സവാള ഒന്ന് കട്ട് ചെയ്ത് 4 കട്ട് ചെയ്ത് അങ്ങോട്ട് ചേർത്തു. അതിനൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടട്ടെ അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു. അതങ്ങോട്ട് റെഡി ആയിട്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ജസ്റ്റ് ഈ മസാലയ്ക്കുള്ള മാത്രം ഉപ്പ്. ഞാൻ ചിക്കനിലൊക്കെ നല്ലവണ്ണം നേരത്തെ ഉപ്പൊക്കെ പുരട്ടിയതാണ്. ഉപ്പ് തേച്ച് ഇതൊക്കെ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ടട്ടെ പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കറി മസാല. ഞാനത് മീറ്റ് മസാലയാണ് ചേർത്തത് ഇതിലേക്ക്. അപ്പൊ അതങ്ങോട്ട് ചേർത്തിട്ട് അതിന്റെ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറണ വരെ നല്ലവണ്ണം അങ്ങോട്ടൊന്നും കൂടി വഴറ്റി അങ്ങോട്ട് എടുത്തു. ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴേക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെക്കാനോ ഒന്ന് ശ്രദ്ധിക്കണേ. അത് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നപ്പോഴേക്ക് ഞാൻ അതിലേക്ക് 2 തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കട്ട് ചെയ്തിട്ട്. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ടെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് തക്കാളിക്കൊന്ന് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടി അടച്ച് വെച്ച് ഞാനൊന്ന് റെഡിയാക്കി. തക്കാളിക്ക് നല്ലവണ്ണം അങ്ങോട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം വെച്ചുള്ളൂ, ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഉടഞ്ഞ് അങ്ങോട്ട് കിട്ടി. ആ ഗ്രേവിക്ക് നല്ലവണ്ണം അങ്ങോട്ട് കുറുകി റെഡിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നും കൂടി ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ആ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടെ ചെറിയ തീയിൽ ഒന്നും കൂടി ഒന്നത് വഴറ്റി അങ്ങോട്ട് എടുത്തു. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ആട്ടോ ഞാൻ വെച്ചിട്ടുള്ളൂ. അതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയായി വന്നപ്പോഴേക്കും നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് ഒരു റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചിക്കൻ ഫ്രൈ ആയിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ചിക്കൻ ഫ്രൈ വരട്ടിയതായി. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാൻ അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ.